ജിമ്മിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ വീട്, അപ്പച്ചൻ ചേട്ടൻ്റെ ചില സംശയങ്ങൾ, സിൽവിയുടെ അധ്യാപക ജീവിതത്തിൻ്റെ അവസാന ദിവസം, പിന്നെ ഏറെ നാളായി കാത്തിരുന്ന ആ സ്വകാര്യ സംഭാഷണവും. നാമ്പെടുക്കുന്ന പ്രണയം 44-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആ ശനിയാഴ്ച വൈകുന്നേരം ജിമ്മിയുടെ വീടുപണി നടക്കുന്ന സ്ഥലത്ത് ജീപ്പിൽ വന്നത് അപ്പച്ചൻ ചേട്ടനും ഒരു ചങ്ങാതിയുമായിരുന്നു. അപ്രതീക്ഷിത സന്ദർശനമായതുകൊണ്ട് ജിമ്മിക്ക് ചെറിയ തോതിൽ ആശങ്കയുണ്ടായി. അപ്പച്ചൻ ചേട്ടനും കൂട്ടുകാരനും അധികം വർത്തമാനത്തിനൊന്നും നിൽക്കാതെ വീട് പണിയുടെ പുരോഗതിയൊക്കെ വിശദമായി നോക്കി. മെയിൻ വാർപ്പ് കഴിഞ്ഞിരിക്കുന്നു. തട്ടുകളും മുട്ടുകളുമെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞു. താഴെ മുഴുവൻ ആണികളും പലക കഷ്ണങ്ങളുമൊക്കെ ചിതറിക്കിടപ്പുണ്ട്. അതുകൊണ്ട് നടക്കുന്നത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. വീട് പണിയുടെ ആദ്യഘട്ടം കഴിഞ്ഞു എന്ന് പറയാം. എന്നാൽ ഇനിയാണ് കൂടുതൽ അധ്വാനവും കഴിവും സമയവും എല്ലാം വേണ്ട പണികൾ. കൂടുതൽ ചെലവുള്ള പരിപാടികളും ഇനിയാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന സാമാന്യം വലിയ ഒരു വീട്. 4 ബെഡ്റൂമുകളും ഹാളും കിച്ചണും വർക്ക് ഏരിയയും അനുബന്ധമായി വേണ്ട കാര്യങ്ങൾ എല്ലാം ഉണ്ട്. മതിയായ സൗകര്യങ്ങളുള്ള ഒരു ഭവനം. ആദ്യ കാഴ്ചയിൽ തന്നെ അപ്പച്ചന് വീട് വളരെ ഇഷ്ടപ്പെട്ടു. വീടിൻ്റെ പുറം ഭാഗത്തെ തേപ്പ് തീർന്നു. ഉള്ളിലേക്ക് തേക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. മെനക്കെടാതെ പണികൾ നടക്കും. വയറിങ്ങും പ്ലംബിങ്ങും അതിന് മുൻപ് തന്നെ കഴിഞ്ഞിരുന്നു. എല്ലാം നോക്കി കണ്ടതിന് ശേഷം അപ്പച്ചൻ ചേട്ടൻ ജിമ്മിയെ വിളിച്ച് മാറ്റി നിർത്തി. എന്തായാലും വീടെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത്ര തിരക്കിട്ട് വീട് പണിയുന്നതിന് പ്രത്യേക ലക്ഷ്യം വല്ലതും ഉണ്ടോ? അല്ല, ഇതുവരെ ഉള്ളിലിരിപ്പെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. തിരക്കിട്ടല്ലല്ലോ അപ്പച്ചൻ ചേട്ടാ. നെല്ലിമറ്റത്തെ വീട് വിറ്റിട്ട് കുറച്ചു നാളായതല്ലേ. ചാച്ചൻ പണി കഴിപ്പിച്ച വീട് വിറ്റതിന് പകരം ഒരു വീട് പണിതു എന്നേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ അമ്മയെ അതിൽ താമസിപ്പിക്കേണ്ടതല്ലേ അതിൻ്റെ ശരി? എന്നും വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറ്റുമോ? കൃത്യമായി വാടക തന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയില്ലേ? ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്നാണെങ്കിൽ കൃത്യമായി വാടക തന്നില്ലെങ്കിൽ പോലും ഇറങ്ങിപ്പോകാൻ ഞാൻ പറയില്ല. എന്നാലും വീട് വേണം താനും. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇതേതായാലും ന്യായമായ സൗകര്യങ്ങളുള്ള വീടാണ്. പണിയുമ്പോൾ ഇത്രയും ചെയ്തേക്കുന്നതാ നല്ലത്. എന്നും ചെയ്യാവുന്ന കാര്യമല്ലല്ലോ വീട് പണി. ഒരു സാധാരണ വീടിന് ഇത്രയും സൗകര്യങ്ങളൊക്കെ മതി താനും. ഇതിലും കൂടുതലായാൽ പരിപാലിക്കാൻ വിഷമമാണ്. ഇപ്പോഴല്ല, ഇച്ചിരി കൂടെ കഴിയുമ്പോൾ. അപ്പച്ചൻ ചേട്ടൻ ശരിക്കു പറ, ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നത് തന്നെയാണോ? അതോ ജിമ്മിയല്ലേ, അവനൊരു സമാധാനമായിക്കോട്ടെ എന്ന് വിചാരിച്ചു പറയുന്നതാണോ? ഒന്നാമത്തെ കാര്യം, എനിക്ക് അങ്ങനെ സുഖിപ്പിച്ച് പറയാൻ അറിയത്തില്ല. മാത്രവുമല്ല, ജിമ്മിയുടെ അടുത്ത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താനും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞു. സംശയിക്കുകയേ വേണ്ട, നല്ല വീട് തന്നെയാണ്. എനിക്കേതായാലും സന്തോഷമായി. വീട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ വിചാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അപ്പച്ചൻ ചേട്ടൻ. ആ ആളിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. അമ്മച്ചി അഭിപ്രായം എന്തു പറഞ്ഞു? ഇഷ്ടപ്പെട്ടോ? അമ്മച്ചിക്ക് ഞാൻ താമസിക്കുന്നത് എവിടെയായാലും അവിടം സ്വർഗമാണ്.
ഇതിനായി അമ്മച്ചിയുടെ വക പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇല്ല. വീട് പണി കഴിയുമ്പോഴേക്കും ഒരു കല്യാണവും കഴിക്കുക. വീടിൻ്റെ കയറിത്താമസവും കല്യാണവും കൂടി ഒരുമിച്ച് നടത്തിയാലും നല്ലതാണ്. കുറച്ച് ചെലവ് കുറഞ്ഞു കിട്ടും. അതല്ല, ഇനി അപ്പോഴേക്കും ഒത്തു വന്നില്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അല്ല, ജിമ്മി ഇനി ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. ഇനി അതിനും മടിയാണെങ്കിൽ ശങ്കരനോട് പറഞ്ഞാലും മതി. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്തു കൊള്ളാം. ആലോചിക്കാൻ ആളില്ല എന്നുള്ള വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ആളെ ഇപ്പം പറയുന്നില്ല, എന്നാലും ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ചെറിയൊരു സംശയം ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പറയാതെ ഏതായാലും ഞാൻ പറയുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ പോകുന്നു. അപ്പച്ചൻ ചേട്ടൻ പിന്നെ നിന്നില്ല. അപ്പോൾ തന്നെ ജീപ്പ് സ്റ്റാർട്ടാക്കി സ്ഥലം വിട്ടു. വെറുതെ വന്നതായിരിക്കും എന്ന് മാത്രമേ ജിമ്മി വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? മകൾക്ക് ഭാവിയിൽ താമസിക്കേണ്ട വീടല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ പണികളൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചാൽ തെറ്റു പറയാനൊക്കുമോ? പിന്നെ ജിമ്മിയുടെ മനസ്സിലുള്ളത് ഒന്ന് തോണ്ടിയെടുക്കാമോ എന്ന് നോക്കണം എന്നുകൂടി വിചാരിച്ചു കാണും. അതുകൊണ്ടാണല്ലോ അവസാനം അത്രയും പറഞ്ഞത്. സിൽവി ടീച്ചറെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഇഷ്ടം. അടിച്ചു പഠിപ്പിക്കുന്ന രീതി പരമാവധി ഒഴിവാക്കിയതുകൊണ്ടും കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടും ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് വലിയ സ്നേഹമാണ്. സിൽവി ടീച്ചർക്ക് പഠിപ്പിക്കാൻ കിട്ടിയ 6 മാസ കാലാവധി ഏതാണ്ട് തീരാറായി. അധ്യാപനത്തിനോട് വളരെ ഇഷ്ടമായതുകൊണ്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്തതുകൊണ്ടും സമയമങ്ങ് വേഗന്നു പോയി. അടുത്ത ഒരു പരീക്ഷയും അതിനുള്ള പേപ്പർ വാല്യുവേഷനും കൂടി കഴിയുമ്പോഴേക്കും 6 മാസം കാലാവധി കഴിയും. കുറഞ്ഞ ദിവസങ്ങളിലേ ജോലി ചെയ്തുള്ളൂ എങ്കിലും സഹ അധ്യാപകരുടെയും കുട്ടികളുടെയും മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുക്കാൻ ടീച്ചറിന് കഴിഞ്ഞു എന്നത് ഒരു പ്രധാന കാര്യമാണ്. അടുത്ത പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി സിൽവി സ്കൂളിൽ സമർപ്പിച്ചു. താൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നുണ്ടെന്നും നന്നായി പരീക്ഷ എഴുതുമെന്നും അവൾ ഉറപ്പുവരുത്തിയിരുന്നു. പല തവണ സാധ്യതാ ചോദ്യപേപ്പറുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. താരതമ്യേന പിന്നോട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുള്ള അധ്യാപന രീതിയായിരുന്നു സിൽവി അവലംബിച്ചത്. അതിനെ ഭൂരിപക്ഷം അധ്യാപകരും പിന്തുണച്ചു. എങ്കിലും കുറച്ചുപേർ അത്തരം പുതിയ രീതികൾ പരിപൂർണമായും എതിർപ്പായിരുന്നു. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള നോമ്പുകാലം ആരംഭിച്ചു. പടവിൽ വീട്ടിൽ എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സിൽവി പ്രാർത്ഥിച്ചു. തൻ്റെ ജോലിക്ക് വേണ്ടിയും ഭാവിയിലെ ആഗ്രഹസാധ്യത്തിനു വേണ്ടിയുമായിരുന്നു അവൾക്ക് കാര്യമായി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്. ഡിസംബർ മാസം 15 പരീക്ഷ ആരംഭിച്ചു. ഓരോ ദിവസവും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കെട്ട് പേപ്പർ വീതമുണ്ടാകും കയ്യിൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാലും പണി അതുതന്നെ. രാത്രി വൈകുവോളം പേപ്പർ വാല്യുവേഷനാണ്. അവധി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേപ്പറുകളെല്ലാം മൂല്യനിർണ്ണയം നടത്തി മാർക്ക് ലിസ്റ്റ് കൂടി എഴുതി തയ്യാറാക്കി സ്കൂളിൽ സമർപ്പിച്ചു. ലീവ് വേക്കൻസി ലഭിച്ച 6 മാസ കാലാവധി അങ്ങനെ തീർന്നു.
6 മാസമേ പഠിപ്പിച്ചുള്ളൂ എങ്കിലും പുല്ലരിയിലെല്ലാവർക്കും ഇപ്പോൾ സിൽവി ടീച്ചറാണ്. പരീക്ഷ തീർന്ന ദിവസം സ്കൂളിൽ നിന്ന് വരാൻ സാധാരണയിലും കുറച്ചുകൂടി വൈകി. വരുന്ന വഴിക്ക് ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഓഫീസിൽ നിന്നും വരുന്ന ജിമ്മി സാറിനെ കണ്ടു. സാറ് തന്നെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സിൽവി അല്പസമയം നടപ്പ് പതുക്കെയാക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ അടുത്തെത്തി. അപ്പോഴാണ് സാറ് ശ്രദ്ധിച്ചതും സിൽവിയെ കണ്ടതും. ആരിത്, സിൽവി ടീച്ചറോ? ഇന്നെന്താ ടീച്ചർ വൈകിപ്പോയത്? സാധാരണ ഒരു ദിവസവും ഈ സമയത്ത് കാണാറില്ലല്ലോ. എന്തു പറ്റി? ബസ് കിട്ടിയില്ലായിരുന്നോ? ഇന്നുകൊണ്ട് ടീച്ചർ കാലാവധി കഴിഞ്ഞു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി. ലീവ് വേക്കൻസി 6 മാസത്തേക്കായിരുന്നല്ലോ. അത് തീരുന്ന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറയണ്ടേ? പിന്നെ കാണാം എന്ന് പറഞ്ഞു പോന്നു. അപ്പോഴേക്കും ഒരല്പം വൈകിപ്പോയി. അത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ ഓഫീസിൽ നിന്നിറങ്ങുന്ന സമയമാണിത്. സാധാരണ ദിവസങ്ങളിൽ ശങ്കരനും ഒപ്പം കാണുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് മിക്ക ദിവസവും വീട്ടിലേക്ക് പോകാറ്. ഇന്ന് പക്ഷേ ശങ്കരൻ കൂടെയില്ല. അതുകൊണ്ട് ചായ കുടിക്കാനൊരു സുന്ദു തോന്നിയില്ല. ചായ വേണ്ടെന്ന് വെച്ചു. എന്നിട്ടൊരു നടപ്പങ്ങ് നടന്നു. ഇല്ലായിരുന്നെങ്കിൽ തന്നെ കാണില്ലായിരുന്നു. അധികം ആരും കാണുന്നില്ല എന്ന് തോന്നാവുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിമ്മി സിൽവിയോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ടീച്ചർക്ക് കേൾക്കാൻ സമയമുണ്ടാകുമോ ആവോ? പിന്നെ സിൽവിക്ക് സമയമില്ലാതിരിക്കുമോ? ജീവിതകാലം മുഴുവൻ ആ വാക്കുകൾ കേൾക്കണമെന്നാണ് അവളുടെ താല്പര്യം. എന്നിട്ട് ചോദിക്കുന്നത് കേട്ടില്ലേ, ഒന്നും അറിയത്തില്ലാത്ത പോലെ. ജിമ്മി സിൽവിയോട് പറയാൻ പോകുന്ന ആ കാര്യം എന്തായിരിക്കും? അതറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി വരാം കേട്ടോ.